റെഡേ, എന്താ റെഡേ, നീ എന്താ ഈ വഴിക്ക്? എന്തെങ്കിലും പ്രശ്നമാ? പറയേ, ഞാനും കൂടെ ചേർന്ന് നാലെണ്ണം കൊടുത്തോളാം. ഇത് പപ്പടം പരത്തുന്ന കയ്യാ, അടിച്ചാൽ അവൻ്റെ ഷേപ്പ് മാറും. ആരാവൻ? ഇത് നിന്റെ വീടാ? നീ എന്താ കളിയാക്കുവാ? എനിക്കെവിടെയാ വീട്? നമ്മുടെ കാട്ടുമാക്കാനല്ലേ, അവൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വീടിന് ചുറ്റും വേണ്ടാധീനങ്ങളാ. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, എന്താണെന്നറിയില്ല, ഈയിടെയായിട്ട് ഭയങ്കര തിരക്കാ അവിടെ. ഇതെന്താ എന്നോട് പറയാഞ്ഞത്? അത് ശ്രീന് പണ്ട് ഉപേക്ഷിച്ച സ്ഥലങ്ങളില്ലേ, 2 ഏരിയ, അതിലൊന്നായി ഇത്. ശ്രീനും കാട്ടുമാകാനും ഭയങ്കര അടുപ്പത്തിലാ. ഞാനത് നിന്നോട് പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. പ്രശ്നം? ഇതെല്ലാം ഒരു പ്രശ്നമാണോ? അച്ഛാ, ഒരു 100 രൂപ ഉണ്ടെങ്കിൽ തന്നെ. അയ്യോ, ഇല്ല, 10 രൂപയേ ഉള്ളൂ കയ്യിൽ. കച്ചവടത്തിന് സമയം ആകുന്നല്ലേ ഉള്ളൂ. ബാറ്റിന്റെ ഹാൻഡിൽ മാറ്റാനാ. എപ്പ ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. ദാരിദ്ര്യം തന്നെ. രാധാകൃഷ്ണ, ദാരിദ്ര്യമല്ല, നമ്മുടെ കഴിവ് ഇത്രേ ഉള്ളൂ. സംസാരിക്കും, അതിന് ഒരു കുറവും വേണ്ട. ഇതാരാ? അച്ഛന്റെ ഫ്രണ്ടാ? റെഡിനെ അറിയില്ലേ? ആർക്കറിയാം, വെറുതെ ഓരോന്ന്. റെഡേ, അവന് നിന്നെപ്പറ്റി ഒന്നും അറിയില്ല. അവന്റെ മനസ്സിൽ ഗവാസ്കറിന്റെ മകനാണെന്ന വിചാരം. എപ്പോഴും കാശ് ചോദിക്കും. എൻ്റെ അടുത്ത് കൊടുക്കാൻ ഉണ്ടായിട്ട് വേണ്ടേ? കിട്ടുന്നൊക്കെ കൊടുക്കും. എങ്ങനെയാലും എനിക്ക് അവനല്ലേ കൊള്ളി വെക്കേണ്ടത്. മോളെ, മോളെ, എന്താ? നീ ഇങ്ങ് വന്നേ വേഗം. റെഡ് വന്നിരിക്കുന്നു. ഇത് ഇപ്പൊ പോയില്ലേ ക്രിക്കറ്റ്? അവൻ ജനിച്ച് 10ാം മാസം തന്നെ ഇവളും ജനിച്ചു. ഗായത്രി എന്നാണ് ഇവളുടെ പേര്. ശരിക്കും പറഞ്ഞാ അഷ്ടലക്ഷ്മി എന്നാണ് പേരിടേണ്ടത്. റെഡേ, നീ എന്തെങ്കിലും തുറച്ചു നോക്കുന്നത്? സത്യമായിട്ട് എന്റെ മോള് തന്നെയാ. നല്ലോണം പഠിക്കുന്ന പെങ്കൊച്ചാ. മോളെ, ഇതാരാന്നറിയോ? റെഡ്, പഠിപ്പില്ലാത്ത വക്കീല്, പോസ്റ്റിംഗ് ഇല്ലാത്ത പോലീസ്. ചുമ്മാരിടാ, ഞങ്ങളല്ല ഇവനെ അങ്ങനെ പറയുന്നത്. എന്റെ വീട്ടില് എപ്പോഴും അങ്ങനെയാ. അനാവശ്യങ്ങളൊക്കെ കേൾക്കും. തൊട്ടടുത്ത ദേവീക്ഷേത്രം, എന്നാൽ സുപ്രഭാതം പോലും കേൾക്കാറില്ല. ശരിക്കും ഊമയായിട്ട് പിറക്കുന്നതായിരുന്നു നല്ലത്. ഇതെല്ലാം കാണാൻ കണ്ണില്ലാതെയും കേൾക്കാൻ ചെവിയില്ലാതെ ഇരിക്കണം. ഇതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ വായി ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. നാട്ടുകാരെന്താ പറയുന്നതെന്നറിയാവോ? നാരായണന് ജനിച്ചൊരു പെണ്ണല്ല, അമ്പലത്തിൽ നിന്നൊരു തങ്കവിഗ്രഹം കട്ടോണ്ട് വെച്ചതെന്നാ പറയുന്നേ. നീ ഇങ്ങനെയൊക്കെ പറയാവോ? എന്താടാ നാരായണ, കപ്പലണ്ടി വിൽപ്പനയൊക്കെ നിർത്തിയിട്ട് തങ്കശില വിൽക്കാൻ തുടങ്ങിയല്ലേ? ഡാ, വാടക എന്താടാ നീ തരാത്തത്? എന്താ മുതലാളി, 15 ദിവസം മുമ്പല്ലേ തന്നത്? എത്ര പ്രാവശ്യമാണ് നിന്നോട് പറയുന്നത്? എന്റെ കണക്ക് പ്രകാരം ഒരു മാസം എന്ന് പറഞ്ഞാൽ 15 ദിവസാ. മര്യാദയ്ക്ക് പൈസ തന്നു, അല്ലെങ്കിൽ തങ്കശില പോലത്തെ 2 പെൺകുട്ടികൾ അതിനൊക്കെ ഉള്ളത്. മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. നാരായണ, നാരായണ. അയ്യോ, എന്റെ തലല്ലേ, അയ്യോ. എന്താ മോളെ നിന്റെ തലയിൽ ഇത്രയും പേന്? നാരായണൻ സാർ. നാരായണൻ സാറോ? എന്താ സാർ അങ്ങനെ നോക്കുന്നത്? മുതലാളി, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വാടക തന്നോളാം. കാശിപ്പോ ആരാ ചോദിച്ചത്? എനിക്കൊരു മാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 60 ദിവസമായിട്ടാ തോന്നുന്നത്. നാരായണ, ജാതകം നോക്കി ഇവിടെ ചെയ്യുന്ന കുറ്റത്തിന് മോളിൽ പോയാ എണ്ണയിലിട്ട് പൊരിക്കും പോലും, വറുത്തെടുക്കും അല്ലെങ്കിൽ വേവിക്കുമെന്ന്. ഈ ശരീരത്തിന് അതിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ടാ വിട്ടത്. ഇതൊക്കെ എന്തിനാ നിന്നോട് പറയുന്നത്? ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സഹജമാ. അല്ല മുതലാളി, അവിടെ നിൽക്ക, പോവല്ലേ. ഈ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് പോ. എന്തൊരു പണിയാ ഇത്? നിനക്ക് കാര്യം മനസ്സിലായില്ലേ? വീടിന് വാടകയെ വേണ്ടാന്ന്, ഫ്രീ ആയിട്ട് താമസിച്ചോളാൻ.